ഡിവൈഎഫ്ഐ മതിലകം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിനും മതിലകം സെന്ററിനും ഇടയിലുള്ള നാഷണൽ ഹൈവേയുടെ കാനകൾ നവീകരിക്കാത്തത് മൂലമുണ്ടാകുന്ന അപകടങ്ങളും വെള്ളക്കെട്ടും ഒഴിവാക്കുന്നതിന് വേണ്ട നടപടി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വീകരിക്കണമെന്നും മതിലകം പഞ്ചായത്ത് 9-ാം വാർഡിലെ ചെമ്പൈ പാടത്ത് കാലങ്ങളായി നിലനിൽക്കുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടാണ് ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. നാഷണൽ ഹൈവേയുടെ ബ്ലോക്കിന് തെക്കുവശത്തുള്ള കൾവേർട്ട് ആഴം കൂട്ടുകയും വീതി കൂട്ടുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ രണ്ടു കാര്യങ്ങൾക്കും പരിഹാരമാകൂ എന്നും സമരക്കാർ പറഞ്ഞു. CPM മതിലകം ലോക്കൽ സെക്രട്ടറി PH അമീർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്തിൽ NHുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം ഈ ഹൈവേയിൽ കാണപണിയുന്നതിനാവശ്യമായിട്ട് അനുമതിക്ക് വേണ്ടി 2022 മുതൽ പഞ്ചായത്ത് കമ്മിറ്റി കൂടി നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന NHനോട് അനുമതിക്ക് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും വർഷം 3 വർഷക്കാലമായിട്ട് ഇതിനുവേണ്ട ഒരു നടപടിയും MP-യുടെ ഭാഗത്തു നിന്നോ NHന്റെ ഭാഗത്തു നിന്നോ ഇന്നുവരെക്കും ഉണ്ടായിട്ടില്ല. ഡിവൈഎഫ്ഐ നേതാക്കളായ MS ബാദുഷ, അൽകേഷ്, TS ഷെഫീഖ, CITU ഏരിയ കമ്മിറ്റി ട്രഷറർ TS ഗോപിനാഥൻ, KY അസീസ്, NK ആനിലൻ, ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് നിരന്തരമായി ഇതിന്റെ പിന്നാലെ നിൽക്കുമ്പോഴും ഇതിനൊരു അനുമതി മാത്രമാണ് കിട്ടാനുള്ളത്. പഞ്ചായത്തിൻ്റെ ഫണ്ട് കൊണ്ട് പഞ്ചായത്തിനോ ഹൈവേയുടെ കാന നമുക്കത് നിർമ്മിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാൽ ഒരു അനുമതി തരുന്നത് മൂലം നമുക്കതിന് മേലെ സ്റ്റേപ്പിടാനും സാധിക്കും. പക്ഷേ ഈ അനുമതി നമ്മൾ അയക്കുന്ന കത്തുകൾ പോലും പരിഗണിക്കാത്തൊരവസ്ഥയിലാണ് നിലവിലുള്ളത്. ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന തൃപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി. ഏറ്റവും പുതിയ മോഡലുകൾ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു. കേരള, കൽക്കട്ട, സിംഗപ്പൂർ, അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം. സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജ്വല്ലറി, NH17 റോഡ്, തൃപ്രയാർ. You're watching True Line News.